ഇപ്പം ഇനി ബിഗ് ബോസ് സീസൺ 8 വരുക. അതിൽ കയറാൻ വേണ്ടിയാണ് ജാസി ഇപ്പം ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞ് ചിലർ വീഡിയോയും ചെയ്യുന്നുണ്ട്. ശരിക്കും അതിനു വേണ്ടിയാണ് ജാസി? ഒരിക്കലുമല്ല. എനിക്ക് ബിഗ് ബോസിൽ കയറാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോ കയറായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ആ ഷോ ഞാൻ ഒരുപാട് കാണുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഷോ. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആ ഷോയിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ അതിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് പോകണം, ലാലേട്ടനെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി പോയി. കാരണം നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അതങ്ങനെ അവിടെ ഡ്രോപ്പ് ആവും. അതുപോലെ തന്നെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രശ്നമാണ്, ജാസിയുടെ ഈ ജെൻഡർ കൊണ്ടാണോ ജാസിക്ക് ദുബായിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത്? ഒരിക്കലുമല്ല. എനിക്ക് ദുബായിക്ക് തിരിച്ചു പോകാൻ ഒരു നിയമ തടസ്സങ്ങളും ഇല്ല. അല്ല, എൻ്റെ പാസ്പോർട്ടിൽ ഇനി എനിക്ക് എൻ്റെ ജെൻഡർ, ഞാൻ ഓൾറെഡി അവിടെ ആൺകുട്ടിയായിട്ട് പോയ വ്യക്തിയാണ്. അപ്പോൾ അത് ബുദ്ധിയുള്ളവർക്ക് അറിയാം. വീണ്ടും ഞാൻ അവിടെ പെൺ പാസ്പോർട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ആൺ പാസ്പോർട്ടിൽ പോകുമ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ഞാൻ ട്രാൻസ്ഫോമർ ആയി ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ ഫുൾ സർജറി എല്ലാം കഴിഞ്ഞ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഫീമെയിൽ ആക്കിയാൽ മാത്രമല്ല എനിക്ക് അവിടുന്ന് ക്ലിയറൻസ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അത് ഓൾറെഡി കുറേ ട്രാൻസ്ഫോമേഴ്സ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവരൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ പോയ വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് എനിക്ക് ദുബായിലേക്ക് പോകാൻ ഒരു നിയമ തടസ്സമില്ല. ഞാൻ ഓൾറെഡി അവിടെ എൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആശയെടുത്ത് പോയി വരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും. ദുബായിലെ കാര്യം ചോദിച്ചാൽ ദുബായിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ശ്രുതി തമ്പി. ഇപ്പോഴും ഫ്രണ്ടാണ്. ശ്രുതി തമ്പിയുടെ ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അതിനുശേഷം കോൺടാക്ട് ചെയ്തോ? പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും കോൺടാക്ട് വിളിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല, കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഈ ഇടയ്ക്ക് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ജാസി അവിടെ പോവുകയും ശ്രീലക്ഷ്മിയെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് എന്നെ അത്രയും കെയർ ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു മനസാക്ഷ്യം ഉള്ള ഒരാൾക്ക് പറഞ്ഞ കാര്യമാണ്. ചോദിച്ചു വന്നത്, ആ വീഡിയോയുടെ കമന്റിലും പലരും വന്ന് പറഞ്ഞു ശ്രീലക്ഷ്മിയും ജാസിയും ഒരുപോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ കോപ്രായം കാണിക്കുന്നത്. അതുപോലെ ഈ ജാസി ഇപ്പം ഈ മറ്റുള്ള ഈ ട്രോളും കാര്യങ്ങളും മാറ്റാൻ വേണ്ടി, സിമ്പതി പറ്റാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ പോവുകയും കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പലരും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ചിന്തിച്ചൂടെ? ശ്രീലക്ഷ്മി എന്ന എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ സർജറി കഴിഞ്ഞ് കിടന്ന സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്, എന്നെ നോക്കിയ വ്യക്തിയാണ്, എന്നെ അത്രയും കെയർ ചെയ്ത വ്യക്തിയാണ്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എൻ്റെ കൂടെ വന്നൊരു സുഹൃത്താണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ലൈക്ക് എൻ്റെ സിസ്റ്റർ പോലെയാണ്. അപ്പോൾ അവളെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ പോകണ്ടേ? അവളെ അച്ഛൻ പറയുമ്പോൾ അത് എൻ്റെ കൂടെ ഒരു ഫാമിലി പോലെ ഞാൻ കാണേണ്ടത്. അപ്പം അവിടെ പോയി പിന്നെ അവിടെ മീഡിയാസ് വന്നതും അവർ കവറേജ് ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ശ്രീലക്ഷ്മിയുടെയും ഒക്കെ നല്ല ഫ്രണ്ട്സുകളുണ്ട്, ഒരുപാട് മീഡിയാസ് സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് അവൾ. അപ്പോൾ അവളെ അച്ഛൻ മരിച്ചപ്പോൾ അഫ്കോഴ്സ് അവരൊക്കെ വരും അവിടെ കാണാൻ വേണ്ടി. അപ്പോൾ അവരെടുത്ത ബൈറ്റുകളാണ്, ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല. അതിൽ ആ സമയത്ത് ഞാൻ എൻ്റെ മൈൻഡ്, ഞാൻ എൻ്റെ ഫാദറിൻ്റെ മരിച്ച ആ സമയമൊക്കെയാണ് ഞാൻ ഓർത്ത് അവിടെ നിൽക്കുന്നത്. കാരണം അതേ സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. പിന്നെ അവളെ ഭാവി, അവളെ അമ്മയും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോയത്. പിന്നെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. മരിച്ച വീട്ടിൽ പോയിട്ട് സിമ്പതി പറ്റി പഠിച്ചു പറ്റുന്ന ആവശ്യം എന്തൊക്കെയാണ് ഈ പറഞ്ഞു നടക്കുന്നത്? വളരെ മോശമുള്ള കാര്യം. അല്ല, അവൾക്ക് അവളെ അമ്മയുടെ ഫാമിലീസ് നല്ല സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്. അവളെ അച്ഛൻ്റെ ഫാമിലീസ് ഉണ്ട്. അച്ഛനിപ്പോൾ മരിച്ചു പോയി. ഇപ്പോൾ അവളെ അമ്മയുണ്ട്. അവളെ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ കൊണ്ടുവന്ന അവളെ വീട്ടിലേക്ക്. അതുപോലെ ഇപ്പം സർജറി